ഇപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാളാകും, പെരുന്നാളായാൽ ജുമാ വേണ്ട എന്നിപ്പോൾ പ്രസ്താവിച്ചു വെച്ചിരിക്കുക. പണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ കുത്തുപോതിയിരുന്ന അബ്ദുൽ ലത്തീഫ് മൗലവി പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ്, അതുകൊണ്ട് ഇവിടെ ജുമാ ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ ആളുകൾ പിടികൂടി, ഉണ്ടാക്കൂല എന്ന് പറയാൻ സമ്മതിക്കൂല, ഇവിടെ ഉണ്ടാക്കണം എന്നായപ്പോൾ അന്ന് അത്തെ ഒരു കൗമുദി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള കൗമുദിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ആ പത്രത്തിൽ കൊടുത്തു, സാധാരണ പോലെ ഈ വെള്ളിയാഴ്ചയും പട്ടാളപ്പള്ളിയിൽ ജുമാ നിസ്കാരം ഉണ്ടാകുന്നതാണ് എന്ന് ഫത്വ കൊടുത്ത് ആ മൗലവി തന്നെ, അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അടുത്ത വെള്ളിയാഴ്ച ജുമാ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആൾ തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ഖുത്ബ ഓതുകയും ജുമാ നിസ്കരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനും ഇരിക്കാനും ഇസ്ലാം മതത്തിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. ആരാണ് ഇവർക്ക് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ ഇത് ഉറപ്പിക്കാൻ അധികാരം കൊടുത്തത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ സൂമു സലാത്തീനയോ, നിങ്ങൾ 30 ദിവസവും നോമ്പ് പിടിക്കണം. നിങ്ങൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസം നോമ്പ് പിടിക്കണം. ഫൈൻ സൂമൂലി റോയത്തിക്കും അഫ്തറൂലി റോയത്തിക്കും, മാസം കണ്ടതിൻ്റെ പേരിൽ നോമ്പ് പിടിക്കുകയും പെരുന്നാൾ മാസം കാണുന്നതിനനുസരിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്യാം എന്നിട്ട് അവിടുന്ന് പറയുന്നത്, ഫൈൻ ഉമ്മ അലയിക്കും, അഥവാ മയക്കാർ കൊണ്ടോ മറ്റു വല്ല കാരണം കൊണ്ടോ മേഘം മൂടി നിൽക്കുകയാണ്, മാസം കാണുന്നില്ല എങ്കിൽ അക്ബിലുൽ ഇദ്ദത്ത സലാസീൻ, നിങ്ങൾ 30 പൂർത്തിയാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നേരത്തെ തന്നെ ഈ മാസം 29 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണ് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. അള്ളാഹു തനക്ക് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഫുഖഹാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ തോന്നിവാസം അള്ളാഹുവിൻ്റെ ദീനെ കൊണ്ട് പന്ത് കാടി കളിക്കുകയാണ്. ചില ചെറുപ്പക്കാർക്ക് തോന്നല, എന്താ ഇപ്പോൾ മുജാഹിദായാലും സുന്നിയായാലും തമ്മിൽ വ്യത്യാസം എന്താ എന്ന് ചില ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ട്. ഞാൻ നിങ്ങളോട് അങ്ങനത്തെ ചെറുപ്പക്കാരോട് പറയുന്നത്, ദീനിൻ്റെ അടിത്തറയായ എല്ലാ കാര്യങ്ങളും ഇവർ അട്ടിമറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മദീനയിലേക്ക് നാനാ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ വന്നപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട്, എന്നാൽ നമുക്കൊരു മൈതാനിയുള്ളത് നിസ്കരിക്കാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി മൈതാനി പോയത് കൊണ്ട് അതാണ് അപ്പോൾ നിങ്ങളോടായി പറഞ്ഞു. അതുപോലെ 29 30 എന്ന് അന്നത്തെ ദിവസം മാസം കാണുമോ ഇല്ലേ എന്നിട്ട് തീരുമാനിക്കുക, അല്ലാതെ ഈ കണക്ക് കൂട്ടി തീരുമാനിക്കുന്നത് ഇസ്ലാമികമല്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് മാത്രമേ കണക്ക് കൂട്ടാൻ അറിയുമെന്നോ? അത് ഒരിക്കലും നിങ്ങൾ കരുതിപ്പോകണ്ട. നിങ്ങളെ കൂട്ടുന്ന കണക്കുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾക്ക് നല്ല പോലെ അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായിരുന്ന ബഹറുൽ ഉലൂം സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ആലിമായിരുന്നു. കണക്ക് കൂട്ടാനും കണക്ക് പ്രകാരം മാസം ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാനും വലിയ യോഗ്യതയുള്ള കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് കൂട്ടുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾക്ക് അറിയില്ലാതെ നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കുകയാണ്. സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി. മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. അതുപോലെ നോമ്പിൻ്റെ അവസാനം മാസം കണ്ടു 29 എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് നിൽക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഈ തോന്നിവാസികളായ ആളുകൾ അവർ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പെരുന്നാളിൽ ഏതെങ്കിലും ചളിയിൽ പോയിട്ട് നിസ്കരിക്ക് നല്ല പള്ളി ഒഴിവുണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഈ ചളിയിൽ പോയി നിസ്കരിക്കുകയും അതുപോലെ മാസം കാണുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുന്നതിന് മുമ്പ് ഇവർ തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് തീരുമാനിക്കണം. ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഏത് ദീനിലുള്ള തീരുമാനമാണിത്? നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. വെറുതെ വിടാൻ പറ്റൂല. ഈ മുജാഹിദിനെ വെറുതെ വിടാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവനും വഴിവേപ്പിക്കുന്നതിന് ഒരു തുടക്കമാണത്. യഥാർത്ഥത്തിൽ ഇതല്ല അവരുടെ ലക്ഷ്യം, ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അന്ന് ജുമാ വേണ്ടാന്ന്. ആരാണ് അങ്ങനെ ജുമാ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും ഒരേ ദിവസം നിസ്കരിച്ചുവെന്നും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ ഹൽ അതാക ഹദീസുൽ ഖാശിയ എന്ന് പറയുന്ന ഈ 2 സൂറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമാ നിസ്കാരത്തിലും ഓതിയിരുന്നത് എന്ന് നമുക്കിവിടെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളും ജുമായും ഒത്ത് വന്നപ്പോൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, ജുമായെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജുമാ വേണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ വന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഇവിടെ ദീനിനെ ആകെ നശിപ്പിക്കുന്നവർ. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ വന്ന് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലും റസൂലുള്ളാഹിയുള്ള വിശ്വാസത്തിലും ഇവർ വഴിവെച്ച് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഇപ്പോൾ മുജാഹിദ് സുന്നി തമ്മിൽ തർക്കമുള്ളത്? ഇങ്ങനെ 1-2 ചെറിയ കാര്യങ്ങളല്ലേ, 1, 2, 10 കാര്യങ്ങളല്ല. ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കുന്നു അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. കൈ ഇങ്ങനെ പൊക്കാൻ ഇത് അള്ളാഹുവിൻ്റെ കഴിവ് വേണം. അള്ളാഹു നമുക്ക് ഇപ്പോൾ കഴിവ് തന്നാൽ മാത്രമേ ഇത് ഉയർത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാൻ തന്നെ പണ്ട് നിന്നിട്ട് ഇവിടെ പ്രസംഗിക്കുക എത്രയോ സമയം നീട്ടി പ്രസംഗിക്കുമായിരുന്നു. അന്നേരത്തെ അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഹർഫ് ഇങ്ങോട്ട് മുഴിയുക അത് തന്നെ വളരെ പ്രയാസമാണ്. അത് ഏത് മനുഷ്യനും പ്രായമെത്തുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമഅയും പെരുന്നാളും രണ്ടും ഒരു ദിവസമായപ്പോൾ രണ്ടും നിസ്കരിച്ചു എന്ന് മാത്രമല്ല സബ്ബിഹിസ്മയും ഹല്ലത്താക്കയുമായിരുന്നു ഈ 2 നിസ്കാരത്തിലും നബി തങ്ങൾ ഓതിയിരുന്നത് എന്ന റിവായത്ത് വരെ ഹദീസുകൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാളാകുമെന്ന് മുൻകൂട്ടി പറയാൻ അധികാരമില്ലാത്ത വിവരമില്ലാത്തവരാണ് അത് പറയുന്നത്. രണ്ടാമത് അങ്ങനെ ആയാൽ തന്നെ ജുമാ വേണ്ട എന്ന് അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദൂരത്തു നിന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിയെ പിന്തുടർന്ന് നിസ്കരിക്കാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാനും വരുന്ന ഏതാനും ചില ആളുകൾക്ക് ഇനി അവരുടെ വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ജുമാക്ക് വരാൻ ഒരുപാട് ദൂരം നടക്കണം. ഒന്ന് കാറും ലോറിയും ബൈക്കും ഒന്നുമുള്ള കാലമല്ല, കാൽനടയായി മാത്രം വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എത്രയോ മൈൽസുകൾ താണ്ടി അവരുടെ വീട്ടിൽ പോയി
രണ്ടാമത് ഇവിടെ ജുമാക്കതായി വരാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയും അതുതന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ പറയുകയും ചെയ്ത ഹദീസുകളെല്ലാം നമ്മൾ ഉസ്താദുമാർ നമ്മുടെ ഇമാമുകളും കണ്ടിട്ടുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ഇമാമുകൾ, ഇമാമുൽ-ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ ഉലമാക്കൾ ഇന്ന് നിങ്ങൾ ലോകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഈ പരിഷ്കരിച്ച ലോകമെന്ന് ഈ മുജാഹിദ് വിഭാഗം പറയുന്ന ഈ കാലഘട്ടത്തിലും ലോകമൊട്ടാകെ പരിശോധിച്ചാൽ 90% നാലിലേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. ഇവിടുത്തെ കുറച്ച് വിവരമില്ലാത്ത മുറി മൗലവിമാർ മാത്രമാണ് ഇങ്ങനെ ആയത്തും ഹദീസും വെച്ചിട്ട് വലിയ ബടായി പറഞ്ഞ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇല്ലാതെയാക്കുന്നത്.